ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വ്ളോഗുമായിട്ടാണ്. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. വേറെ എങ്ങുമല്ല, ഇത്തവണ പോയത് ബാംഗ്ലൂർക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ബാംഗ്ലൂർക്ക് പോയിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമുള്ള സ്ഥലം കൂടിയാണ് കേട്ടോ. കാരണം എന്താ ഈ നമ്മൾ സിനിമയിലൊക്കെ കാണുമ്പോൾ വലിയ എന്തോ സംഭവമായിട്ടുള്ള ഇത് തോന്നുമല്ലോ. പക്ഷേ എനിക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഭയങ്കര ട്രാഫിക്കുള്ളൊരു സ്ഥലമാണെന്ന് മാത്രം മനസ്സിലായി. പക്ഷേ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട് കേട്ടോ, അതും പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഒരാഗ്രഹം വെച്ചിട്ട് കുറേ നാളുകളായിട്ട് പറഞ്ഞ് പോകാനായിരുന്നിട്ട് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്നൊരു വെളുപ്പിന് 5 മണിക്കാണ് കേട്ടോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഏകദേശം വൈകിട്ടൊരു 4 മണി 4:30 ആയപ്പോഴത്തേക്കും ബാംഗ്ലൂർ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്കാടെ ഒരു ഫ്രണ്ടാണ് കേട്ടോ ഈ ഒരു ഹോട്ടൽ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഇക്കാടെ ഫ്രണ്ടും ഫാമിലിയും ഇടയ്ക്ക് വന്ന് താമസിക്കാറുള്ളൊരു ഹോട്ടലാണ് കേട്ടോ. അപ്പോൾ അവിടെ ഈ റിസ്ക് കുറവാണ്, നമുക്ക് സേഫായിട്ടുള്ളൊരു ഹോട്ടൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇക്കടെ ഫ്രണ്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ആ ഒരു ഹോട്ടൽ എടുക്കുന്നത്. അപ്പോൾ ദേ നമ്മൾ ചെക്ക് ഇൻ ചെയ്യണ ടൈമാണ് കേട്ടോ. വന്നപ്പോൾ തന്നെ നമ്മൾ ചെക്ക് ഇൻ ചെയ്ത് കയറാണ്. പിന്നെ ഞങ്ങൾ നേരെ റൂമിലോട്ടൊന്ന് പോയിട്ടോ, ഒന്ന് ഫ്രഷായിട്ട് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ എടുത്തിട്ടുള്ള റൂം ഇതാണ്. അപ്പോൾ ഇവിടെ വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് കേട്ടോ. നമുക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാം. ആ ഒരു സെറ്റപ്പിലൊക്കെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊന്നും നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, അറിയില്ലായിരുന്നു അങ്ങനെയൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ എടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അവിടെ ഉണ്ട്, കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്, അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ വേണമെങ്കിൽ. പിന്നെ ഇവിടെ നമുക്ക് കോഫിയൊക്കെ കുടിക്കാനുള്ള ചെയർ ടേബിളൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിത് ബാൽക്കണിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉള്ള വ്യൂ ആണ് കേട്ടോ. അവിടെ നമ്മൾ ഡ്രസ്സൊക്കെ കഴുകിയിട്ട് വിരിച്ചിടാനുള്ള സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ പുറത്തേക്ക് ഉള്ള വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൗണാണ് കേട്ടോ. അങ്ങനെ വലിയ ഒരു വ്യൂ ഉണ്ടെന്ന് തോന്നുന്നില്ല. ടൗണും പിന്നെ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ബാൽക്കണിയിൽ. പിന്നെ ഇതാണ് റൂം മൊത്തത്തിലൊരു ഇത്. പിന്നെ ഇവിടുന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെയാണ് കേട്ടോ കിച്ചൺ തന്നിട്ടുള്ളത്. ആ ഒരു ഫ്ലോറിലുള്ളവർക്ക് മുഴുവൻ ഇവിടെ വന്നിട്ട് നമുക്ക് ചായയോ കാപ്പിയോ എന്താണെന്ന് വെച്ചാൽ ഉണ്ടാക്കി കുടിക്കാം, അല്ലെങ്കിൽ ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി എടുക്കാം. അതിനുള്ള വെള്ളവും ഗ്യാസ് സ്റ്റവും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അത്യാവശ്യമുള്ള 1-2 കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. കത്തി, ചാർജർ, പിന്നെ ക്ലോത്ത് കാര്യങ്ങളെല്ലാം അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഐറ്റംസൊക്കെ നമ്മൾ കൊണ്ടുവരാനുണ്ടെങ്കിൽ നമുക്കിവിടെ പാചകമൊക്കെ ചെയ്യാമായിരുന്നു. പിന്നെ പ്ലേറ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ശരിക്കും നമ്മൾ നമ്മുടെ വീടുകളിലെ കിച്ചൺ പോലെ തന്നെ കബോർഡ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം വരണോണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു കേട്ടോ. ചിലരൊക്കെ അവിടെ വന്ന് കുക്ക് ചെയ്ത് കഴിക്കണമുണ്ടായിരുന്നു കേട്ടോ. അവരൊക്കെ കഴിച്ചതിൻ്റെ പ്ലേറ്റ് കാര്യങ്ങളൊക്കെ ടാങ്കിൽ തന്നെ കിടപ്പുണ്ട്, സിങ്കിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. പിന്നെ ഒരു വാഷിംഗ് മെഷീൻ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം, നമ്മുടെ ഡ്രസ്സൊക്കെ കഴുകിയിടാനൊക്കെ ആയിട്ട്. അപ്പോൾ പിന്നെ ഞങ്ങളും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഫ്രിഡ്ജ് കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെയും തുണിയൊക്കെ ഇടാനുള്ള ഒരു സ്റ്റാൻഡൊക്കെ ഇവിടെയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് പുറത്തേക്കുള്ള വ്യൂ ആണ് കേട്ടോ. പിന്നെ ഇവിടെ ടേബിളൊക്കെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് വേണമെങ്കിൽ അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാം. പിന്നെ ഞങ്ങളൊന്ന് പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് മാളുകളുണ്ട് അവിടെ.
അപ്പോൾ നല്ല തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ, വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഞങ്ങൾ നേരെ ഫസ്റ്റ് തന്നെ ഫുഡ് കഴിക്കാനാണ് കേട്ടോ പോണത്. കാരണം ഉച്ചയ്ക്കൊന്നും ഞങ്ങളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മോർണിംഗിലൊരു ഹോട്ടലിൽ ഇറങ്ങിയിട്ട് ഇഡ്ഡലിയൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് കയറിയേക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ ബർത്ത്ഡേ പാർട്ടി കണ്ട് കഴിഞ്ഞതിൻ്റെ ബലൂണൊക്കെ അയച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ വെറുതെ ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. പിന്നെ ഫുഡിനായിട്ട് വെയിറ്റ് ചെയ്യാണ്. നമ്മൾ ഓർഡർ കൊടുത്തിട്ട് അവിടെ വന്നിരിക്കുകയാണ് കേട്ടോ. പിന്നെ അപ്പോഴേക്കും ഫുഡൊക്കെ വന്നു. പിന്നെ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ നേരെ സ്റ്റുഡിയോയിലോട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ എറണാകുളത്തും സ്റ്റുഡിയോ ഉണ്ട്. അപ്പോൾ ഞാൻ അവിടെ സ്റ്റുഡിയോ കണ്ടപ്പോൾ അവിടെ നിന്ന് കയറിയതാണ് കേട്ടോ. അപ്പോൾ പൊന്നൂസൊക്കെ ചെരുപ്പൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ഇവിടുത്തെ തന്നെ റേറ്റ് തന്നെയാണ് കേട്ടോ അവിടെ ഉള്ളൂ. ഇവരെല്ലാവരുടെയും ഒരേ ഷോപ്പ് തന്നെയാണല്ലോ, അപ്പോൾ അതുകൊണ്ടായിരിക്കാം അവിടെയും റേറ്റ് നമ്മുടെ ഇവിടെ കിട്ടുമ്പോൾ തന്നെ റേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 1-2 ഷൂസ്, പിന്നെ സച്ചുമോനൊരു ടീഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു, അതുപോലെ ഇക്കായും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ അവിടുന്ന് പർച്ചേസ് ചെയ്തു കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ പിന്നെ ഇനി റൂമിലോട്ട് പോകാനുണ്ട്. കാരണം വെളുപ്പിനെ ഇറങ്ങിയതാണ്. അപ്പോൾ ജസ്റ്റ് റൂമിൽ വന്നിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ച് വന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ജസ്റ്റ് മാളിലൊക്കെ ഒന്ന് കറങ്ങിയ ഡിസംബറിലാണ് കേട്ടോ ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പുൽക്കൂട് കാര്യങ്ങളൊക്കെ അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം കൂടി അവിടെയൊക്കെ ഒന്ന് കറങ്ങിയിട്ടാണ് കേട്ടോ ഞങ്ങൾ ഹോട്ടലിലോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ഹോട്ടലിൽ നമുക്ക് പാർക്കിംഗ് ഏരിയ ഇല്ല കേട്ടോ. ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്യണം. അങ്ങനെയാണ് കേട്ടോ. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടൽ. പിന്നെ ആ ഹോട്ടലിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ ചെറിയൊരു സ്നാക്സിൻ്റെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പൊട്ടറ്റോ ഫ്രൈ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകാനുണ്ട്. ഇതിപ്പോൾ ഞാൻ യൂട്യൂബിലൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് കഴിച്ച് നോക്കണത്. ഇതുപോലെ സ്പ്രിങ് പോലെയൊക്കെ ഉരുളക്കിഴങ്ങ് ആക്കിയിട്ട് അതിലെന്തോ മസാലയോ മയോണൈസൊക്കെ തേച്ചിട്ട് തരുന്നതാണ് കേട്ടോ. വലിയ ക്രിസ്പി ആയിട്ടൊന്നുമല്ല, നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ അത് തണുത്ത് തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ ഫസ്റ്റ് ടൈം നമ്മളിതുവരെ കഴിക്കാത്തൊരു ഐറ്റം ആയതുകൊണ്ട് നമുക്കൊരു ആകാംക്ഷ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ മേടിച്ച് കഴിച്ചതാണ്. സച്ചുവിനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിച്ചിട്ട് നേരെ റൂമിലോട്ട് പോയിട്ടോ. ഇത് പിറ്റേന്ന് കാലത്തുള്ള വ്യൂ ആണ് കേട്ടോ. കാലത്ത് ഒരു 6:30-7 മണിയുള്ള ഒരു ടൈമിലുള്ള വ്യൂ ആണ്. മക്കളൊന്നും എണീറ്റിട്ടുണ്ടായില്ല കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ എണീറ്റപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തുപോയി വീഡിയോ എടുത്തതാണ് കേട്ടോ. പിന്നെ റെഡിയായി ഞങ്ങൾ പിറ്റേന്ന് കാലത്ത് പുറത്തേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയാണ് കേട്ടോ ഈ കാണുന്നത്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഒരു വെജിറ്റേറിയൻ ഹോട്ടലിലാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് രാവിലത്തെ ഫുഡ് കഴിച്ചത്. നമ്മൾ ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് തന്നെ കഴിക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ പുറത്ത് പോയി കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ ഉള്ളത് ഇഡ്ഡലി, ദോശ, അങ്ങനെയുള്ള വട കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ ഇതൊക്കെയാണ് ഡെയിലി 2 ദിവസം ഇവിടെ ഉണ്ടായിരുന്ന ദിവസവും 2 ദിവസം കാലത്തൊക്കെ ഇതൊക്കെ തന്നെയാണ് കേട്ടോ കഴിച്ചത്. കാരണം വേറെ നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്നൊരു ഷോപ്പ് കണ്ടില്ല കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫസ്റ്റ് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ പോയത് സ്നോ സ്റ്റോമിലാണ് കേട്ടോ. അവിടെ ഉണ്ടായിരുന്നു, നമ്മൾ ആ തിരുപ്പള്ളിയിലൊക്കെ ഉണ്ടല്ലോ, അതിപ്പോൾ അവിടെ ഉണ്ട്, ബാംഗ്ലൂരും ഉണ്ട് കേട്ടോ.
അപ്പോൾ അവിടെ നമ്മൾ പോയിട്ടുള്ളതാണ്. പിന്നെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഞങ്ങൾ കയറി. അതിരപ്പള്ളിയിൽ ഉള്ളതിനേക്കാളും കുറച്ചും കൂടെ നല്ലതാണ് കേട്ടോ. ഭയങ്കര തണുപ്പും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ വ്യത്യാസമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അവിടുത്തെ ഡെക്കറേഷനും കാര്യങ്ങളും ഇൻറ്റീരിയറും ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് 1 മണിക്കൂർ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങളിത് അകത്തോട്ട് കയറാണ് കേട്ടോ. മാക്സിമം ഒരു 3/4 മണിക്കൂറൊക്കെയാണ് കേട്ടോ നമുക്കവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഒട്ടും പറ്റണ്ടായിരുന്നില്ല കേട്ടോ, എനിക്ക് ഒട്ടും പറ്റണ്ടായിരുന്നില്ല. കുറേ നേരമൊക്കെ ആയപ്പോഴത്തേക്കും നമുക്ക് ചെറിയൊരു ജലദോഷം പോലെയൊക്കെ തോന്നി തുടങ്ങി. അപ്പോൾ ഞങ്ങൾ ശരിക്കും ടൈം കഴിയുന്നതിന് മുമ്പ് തന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിള്ളേർ ഹാപ്പി ആയിരുന്നു. അപ്പോൾ നല്ല കുറച്ച് നേരമൊക്കെ നമുക്ക് ഓക്കെയാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തോ പറ്റില്ലായൊക്കെ തോന്നുന്നുണ്ട്. കാരണം തണുപ്പ് നല്ല കൂടുതലുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഫോട്ടോസൊക്കെ എടുത്തു തരും കേട്ടോ. പിന്നെ ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോൾ പിന്നെ നമ്മളുടെ മേത്തേക്ക് മഞ്ഞ് വീഴും പോലത്തെ ഒരു സംഭവമൊക്കെ അവർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും അവിടെ പോയി ഇന്ന് കുറേ പേരൊക്കെ ഡാൻസൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ അവിടെ സ്നോമാൻ വേഷമിട്ട് ഒരാൾ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരെ പോയി എല്ലാവരും ഷേക്ക് ഹാൻഡ് കൊടുക്കുകയും ഫോട്ടോസ് എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളും പോയി ഫോട്ടോസൊക്കെ എടുത്തു, ഷേക്ക് ഹാൻഡൊക്കെ കൊടുത്തിട്ട് പോന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഒരു സ്ട്രീറ്റിലോട്ടാണ് കേട്ടോ. ഒരുപാട് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഷോപ്പുകളുള്ള സ്ട്രീറ്റാണ്. ഭയങ്കര തിരക്കുമാണ് കേട്ടോ. നമുക്ക് വണ്ടികളൊന്നും അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ, ഭയങ്കര തിരക്കാണ്. പിന്നെ ചിലരൊക്കെ 2 വീലറൊക്കെ കൊണ്ടുപോകുന്നുണ്ട്, അത് അവിടെ ഉള്ളവരൊക്കെ തന്നെയായിരിക്കും. നമുക്ക് വണ്ടിയും കാര്യങ്ങളൊന്നും അതിൻ്റെ ഉള്ളിലോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ, ഭയങ്കര തിരക്കാണ്. മിഠായി തെരുവ് അതുപോലെ തന്നെ അങ്ങനെയുള്ള സ്ട്രീറ്റ് ഏരിയകളില്ലേ, അപ്പോൾ അങ്ങനെയുള്ളൊരു ഏരിയ ആണ് കേട്ടോ. പിന്നെ ബാഗ്, ചെരുപ്പ് അങ്ങനെയുള്ള ഐറ്റംസിനൊക്കെ ഒരുപാട് റേറ്റ് കുറവുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലേക്കായും ഹോൾസെയിലും അല്ലാതെയൊക്കെ ആയിട്ട് അവിടെ വിൽപ്പനയുണ്ട്. എന്നാലും നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നൊരു റേറ്റ് തന്നെയാണ് കേട്ടോ ഉള്ളൂ. ഞങ്ങൾ കുറച്ച് ബാഗ് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അന്ന്. പിന്നെ ഗിഫ്റ്റ് കൊടുക്കാനും ഒക്കെ ആയിട്ട് ബാഗുകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ, ഒത്തിരി നടക്കണം. നടന്ന് ഒരുപാട് കാണാനുണ്ട്. സ്ട്രീറ്റിലുള്ള ഒരുപാട് ഷോപ്പുകൾ, പല വെറൈറ്റി ഐറ്റംസും കാര്യങ്ങളും, ലേഡീസ് ഐറ്റംസും ഡ്രസ്സിൻ്റെ ഐറ്റംസും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ഷോപ്പുകളുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മക്കളും ഒരു പേഴ്സ്, ബാഗ് കാര്യങ്ങളൊക്കെ എടുത്തു. പൊന്നൂസ് ഇതായൊരു ഹെയർ ബോ പോലത്തെ സംഭവം എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങി അങ്ങനെ ഞങ്ങൾ അതിലൂടെയൊക്കെ നടക്കുകയാണ് കേട്ടോ.
അപ്പോൾ ഇത് ഞങ്ങൾ 2 ദിവസം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഒരു ദിവസത്തെ വീഡിയോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. കാരണം ഒരു ദിവസം കൊണ്ട് കണ്ട തീരില്ല കേട്ടോ. കാരണം ഞങ്ങൾ കുറച്ച് ദൂരം നടന്നിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ പിറ്റേന്നാണ് കേട്ടോ ഞങ്ങൾ ഒന്നുകൂടി പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ബാഗ് ഞാൻ അവിടെ നിന്ന് എനിക്ക് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ അവിടുന്ന് നേരെ ഒരു പാർക്കിലോട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അവിടെയും ഇതുപോലെ കുറേ നടക്കാനുണ്ട് കേട്ടോ. നമ്മൾ അവിടെ നിന്ന് തന്നെ നടന്ന് ക്ഷീണിച്ചാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒത്തിരി നടക്കാനൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 3 മണി ടൈമാണ് കേട്ടോ. നല്ല വെയിലും ഉണ്ട് ആ ടൈമിൽ. കാരണം നമ്മൾ സ്ട്രീറ്റിലൊക്കെ നടന്നിട്ട് അവിടെ നിന്നാണ് നേരെ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ ജസ്റ്റ് ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചിട്ട് കയറിയതാണ് കേട്ടോ. അപ്പോൾ കുറേ അധികം സമയം അവിടെ സ്പെൻഡ് ചെയ്തു. ഒരുപാട് ഫോട്ടോസ് എടുക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ സീസണിൽ വരുവാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അവിടെ പറഞ്ഞു കേട്ടോ ഒരു ചേച്ചി. അപ്പോൾ അങ്ങനെ ഈ ഒരു ഭാഗത്തൊക്കെ ഫ്ലവർ കൊണ്ട് നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ടാവും എന്നൊക്കെയാണ് പറഞ്ഞത്. ഇപ്പോൾ ഫ്ലവറൊന്നും കാണാനില്ല കേട്ടോ. പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ചക്കരയുടെ ഷൂവിൻ്റെ ലേസ് കഴിഞ്ഞ് പോയിട്ട് അവൾക്ക് അത് കെട്ടിക്കൊടുക്കാൻ കേട്ടോ. പിന്നെ ഞങ്ങൾ കുറേ ദൂരം അവലോടെയൊക്കെ നടന്നിട്ടാണ് തിരിച്ച് പോയിട്ടുണ്ടായിരുന്നത്. കുറേ കാണാനുണ്ട് കേട്ടോ. ഒരുപാട് ദൂരം നടക്കാനുണ്ട്. കുറച്ചും കൂടെ ഒരു സന്ധ്യ ആവുന്ന ടൈമിലാണ് ലേറ്റൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. കാരണം ഞങ്ങൾ അത്രയും നേരം നിൽക്കാൻ നിന്നില്ല. കുറേ ദൂരമൊക്കെ നടന്നിട്ട് അവിടെ നിന്ന് തിരിച്ച് പോന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഇതുപോലെ അവിടെ നിന്ന് കുറച്ച് നീങ്ങി കഴിയുമ്പോൾ ഇതുപോലെ പാറ പോലത്തെ സ്ഥലമുണ്ട് കേട്ടോ. പിന്നെ അതിലൂടെ കുറേ കയറ്റം കയറി നടന്ന് എല്ലാവരും പോയി ഇരുന്ന് വൈകുന്നേരമൊക്കെ ടൈമിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ കുറേ ദൂരം അതിലൂടെ നടന്ന് ാണ് പിന്നെയും തിരിച്ചു പോകുന്നത്. പാർക്കല്ലാതെ തന്നെ നമുക്ക് ഗാർഡനും അല്ലാതെ ഇതുപോലെ പാറക്കെട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ പോയി നമുക്ക് ഇരിക്കാം, ഒരുപാട് നേരം സംസാരിക്കാനൊക്കെ പറ്റും കേട്ടോ. പക്ഷേ ഈ വെയിലുള്ള ടൈമിൽ പറ്റില്ല, നല്ല ചൂടായിരുന്നു കേട്ടോ. ഒരു 5 മണി സമയത്തൊക്കെ ആണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ വേറൊരു മാളിലോട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഇത് UBCT ആണ് കേട്ടോ. ഇതിൻ്റെ ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. ഇവിടെ തന്നെ ഒരു മാളും ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെയും ജസ്റ്റ് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്രിസ്മസിൻ്റെ ഒരു സീസൺ ആയതുകൊണ്ട് തന്നെ അതേ രീതിയിൽ തന്നെ അലങ്കരിച്ചൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു പ്രത്യേക വൈബായിരുന്നു കേട്ടോ. ഞാൻ അവിടെ ഒരുപാട് മാളിൽ കയറിയിട്ടുണ്ടെങ്കിലും ഈ ഒരു മാളിനൊരു പ്രത്യേകത തോന്നി കേട്ടോ. കാരണം ഒരുപാട് ഷോപ്പുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഡിന്നറൊക്കെ കഴിക്കുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞൊരു പ്രത്യേക ടൈപ്പാണ് കേട്ടോ. നമ്മൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ ആ ഒരു ഫീല് നമുക്ക് കിട്ടും കേട്ടോ. അങ്ങനത്തെ ഒരു ഏരിയയിൽ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കറങ്ങി നടന്നിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. സ്റ്റെപ്പിൻ്റെ സൈഡിലൊക്കെ ഗിഫ്റ്റ് ബോക്സുകളൊക്കെ പോലെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അവിടെയൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. ഇതൊക്കെ മാളിൻ്റെ ടോപ്പിൽ വരുമ്പോൾ ഉള്ള ഒരു ഏരിയ ആണ് കേട്ടോ. നല്ല ഭംഗിയായിട്ട് ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് കഫേസും അതുപോലെ തന്നെ നല്ല സ്ട്രീറ്റ് ഷോപ്പുകളൊക്കെ ആയിട്ട് നല്ല രസമാണ് കേട്ടോ. ഒരു പ്രത്യേക വൈബാണ് അതിലൂടെ നടക്കാനായിട്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. ഒരുപാട് ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫുഡിൻ്റെ ഐറ്റംസ് തന്നെ ഒരുപാട് വെറൈറ്റി ഷോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. .
ഇവിടെയൊക്കെ നിൽക്കാനും നടക്കാനൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. കുറേ പേരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളും കുറേ നേരം കഴിഞ്ഞിട്ടാണ് കേട്ടോ അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അതിലൂടെയൊക്കെ നടന്നിട്ട് തിരിച്ച് പോവാണ് കേട്ടോ. ഒരു പ്രത്യേക രീതിയിലുള്ള ഫീലാണ് കേട്ടോ. ഒരു പ്രത്യേക വൈബാണ് ആ ഒരു മാളിൽ. നമുക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ച് പോരാനേ തോന്നില്ല. ആ ഒരു രീതിയിലൊക്കെയാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെയൊക്കെ കറങ്ങി ഞങ്ങളിത് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയ സമയത്ത് ഫ്രണ്ട് വശത്ത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ പാർക്കിംഗ് ഏരിയ കൂടെയാണ് കേട്ടോ കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ കുറച്ച് നേരം നടന്ന് അവിടെ നിന്നും കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുകയാണ് കേട്ടോ. ചെറിയൊരു വാട്ടർഫോൾസൊക്കെ പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇൻറ്റീരിയറൊക്കെ അടിപൊളിയാണ് കേട്ടോ. പിന്നെ കുറച്ച് നേരം അവിടെ നിന്നിട്ടൊക്കെയാണ് ഞങ്ങൾ പോന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ നിന്ന് നേരെ ഫുഡ് കഴിക്കാനാണ് കേട്ടോ പോന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ എല്ലാ സ്ഥലത്തും നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റില്ല കേട്ടോ. അപ്പോൾ എല്ലാ സ്ഥലത്തും ഞാൻ എടുത്തില്ല. അപ്പോൾ ഇവിടെ വലിയ തിരക്കൊന്നും കണ്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അവിടുത്തെ വീഡിയോസൊക്കെ എടുത്തത്. ഇതിപ്പോൾ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ റൂമിലോട്ട് പോയി. പിറ്റേന്ന് ഞങ്ങൾക്ക് തിരിച്ച് പോരാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പിറ്റേന്ന് രാവിലെ തന്നെ 8 മണിക്ക് റൂം വെക്കേറ്റ് ചെയ്തു കേട്ടോ. കാരണം കുറച്ച് സ്ഥലങ്ങളോടെ കവർ ചെയ്തിട്ട് ഞങ്ങൾക്ക് നേരെ അവിടെ നിന്ന് വീട്ടിലോട്ട് തിരിച്ച് പോരാനാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഷോപ്പ്. അപ്പോൾ അവിടെ നിന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടാണ് പിന്നെ തിരിച്ച് പോന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ ലാസ്റ്റത്തെ ദിവസത്തേക്ക് വെച്ചതാണ് കേട്ടോ. കാരണം ഞങ്ങൾ ഇതിൻ്റെ തലേന്ന് കയറാൻ പോയപ്പോൾ അവിടെ മൺഡേ ഹോളിഡേ ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല. പാലസിലോട്ടാണ് കേട്ടോ, ബാംഗ്ലൂർ പാലസാണ്. അപ്പോൾ നമുക്കിതിൻ്റെ പുറത്ത് നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാം. അകത്തോട്ട് നമുക്ക് മൊബൈലൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെയാണ് എടുത്തോളൂ. പിന്നെ അകത്ത് നമുക്കറിയാമല്ലോ ഒരു പാലസിൻ്റെ ഉള്ളിൽ നല്ലതായിരിക്കും, നല്ല ഭംഗിയുള്ള ഐറ്റംസൊക്കെ വെച്ചിട്ടുണ്ടാവും. അതൊന്നും നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റില്ല കേട്ടോ. അപ്പോൾ പുറത്തുനിന്ന് ഇതുപോലെ കുറേ വീഡിയോസൊക്കെ എടുത്തിട്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ പോന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ 2 വിദേശികൾ പൊന്നൂസിനെയും കൊണ്ട് ഫോട്ടോസ് എടുപ്പിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവരുടെ വീഡിയോസും ഒന്നെടുത്തതാണ്. പിന്നെ കുറച്ച് ചക്കരയുടെയും പൊന്നൂസിൻ്റെയൊക്കെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്തു.
പിന്നെ അവിടുന്ന് നേരെ പോകുന്ന വഴിക്ക് ഞങ്ങളിതാ അവിടെ മൽബറി എന്നല്ല പറയുന്നത്, ഇത് ഈ ഒരു സംഭവം കണ്ടു കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഒരു പാക്കറ്റ് വാങ്ങിച്ചതാണ് കേട്ടോ. മൽബറിയും സ്ട്രോബെറിയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു. പിന്നെ കരിക്കൊക്കെ വാങ്ങിച്ച് കുടിച്ചിട്ട് ഞങ്ങൾ നേരെ വേറൊരു സ്ഥലത്തേക്ക് പോകാൻ കേട്ടോ. ഇത് ലോക്കോ ബിയർ എന്നും പറഞ്ഞിട്ട് ഒരു സംഭവം പുതിയത് തുടങ്ങിയതാണ് കേട്ടോ. ഞങ്ങൾ പോയത് ഡിസംബറിലാണ്, ഇത് ഒക്ടോബറിലാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ കയറുമ്പോൾ കാണിച്ചു തരാം. നമ്മൾ പ്രത്യേകം കയറുമ്പോൾ ഒരു ടിക്കറ്റ് എടുത്ത് അകത്ത് കയറാം. അവിടെ കുറേ ഗെയിംസൊക്കെ ഉണ്ട്, അതിലൊക്കെ കയറാം. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഓരോ ഗെയിമിലും പ്രത്യേകം നമുക്ക് ഒരു ചാർജ് ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ചാർജൊക്കെ ചെയ്തിട്ട് വേണം നമ്മൾ കയറാനായിട്ട്. ഒരുപാട് നേരം നമുക്ക് സ്പെൻഡ് ചെയ്യാനുള്ള ടൈം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അത്രയ്ക്കും ഏരിയ ഉണ്ടായിരുന്നു അത്. പിന്നെ കുറച്ച് ഇത് സ്വീറ്റ്സൊക്കെ, മിഠായി കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇവിടെ വെച്ചിട്ടുള്ളത്. പിന്നെ ഈ കാണുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗെയിം ഏരിയ ആണ് കേട്ടോ. നല്ല രസമാണ്. നമ്മളിത് സ്പാർക്കിസിലൊക്കെ ലുലുവിലൊക്കെ കാണാറില്ലേ, ആ ഒരു സെക്ഷൻ കുട്ടികൾക്കും മുതിർന്നവർക്കും വേണ്ടിയിട്ട് സെറ്റ് ചെയ്തേക്കണതാണ് കേട്ടോ. നല്ല രസമാണ് അവിടെ. അപ്പോൾ ഞാൻ അവിടെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങൾ മുകളിൽ ടിക്കറ്റ് എടുക്കാൻ നിന്നപ്പോൾ ഞാൻ മുകളിൽ നിന്ന് എടുത്തിട്ടുള്ളൊരു വ്യൂ ആണ് കേട്ടോ. പിന്നെ നമുക്ക് എല്ലാ ഗെയിമിലൊന്നും കയറാൻ പറ്റില്ല കേട്ടോ, കാരണം നല്ല ചാർജാണ് അവിടെ. അപ്പോൾ എല്ലാ ഗെയിമിലും നമുക്ക് കയറൽ ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യമുള്ള നമുക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ച് ഗെയിമുകളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അങ്ങനെയുള്ളതിലേക്കാണ് കേട്ടോ കയറിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ നേരത്തെ മുകളിൽ വെച്ചിട്ട് കണ്ട ഒരു ഗെയിം ഏരിയയിലോട്ടാണ് കേട്ടോ പോകുന്നത്. അവിടെ ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, നമ്മൾ പല വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ള സംഭവമൊക്കെയാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ വേറെ സെക്ഷനാണ് കേട്ടോ. അങ്ങോട്ടേക്ക് ഞങ്ങൾ പോയില്ല. പിന്നെ നമ്മൾ നേരെ ഗെയിം ഏരിയയിലോട്ട് പോകാൻ കേട്ടോ. അപ്പോൾ അവിടെ ചെന്നിട്ട് വേറെ ചാർജ് ചെയ്തിട്ട് വേണം നമുക്ക് അങ്ങോട്ടേക്ക് കയറാനായിട്ട്. അപ്പോൾ അവിടെ നിന്ന് സോക്സ് കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് തരും കേട്ടോ. അതിനുള്ള പേയ്മെൻറ്റ് അവരെടുക്കും. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ചാർജാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇവിടെ നിന്നൊരു വാച്ച് പോലത്തെ സംഭവം കിട്ടിത്തരും. അപ്പോൾ അത് ആ ഒരു ഗ്രീൻ ലൈറ്റ് കത്തി അത് റെഡ് ലൈറ്റ് ആകുമ്പോഴാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങേണ്ടത്. അപ്പോൾ എല്ലാവർക്കും തന്നെ ആ ഒരു വാച്ച് ഇങ്ങനെ കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ.
പിന്നെ ഇതാണ് അവിടെ നിന്ന് കിട്ടുന്ന സോക്സ്. ഇതിട്ടുകൊണ്ടാണ് കേട്ടോ അകത്തോട്ട് കയറാവുള്ളൂ. ഈ ഒരു ലൈറ്റ് റെഡ് ആകുമ്പോൾ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങണം. നമ്മളോട് അവരൊന്ന് പറയും. അങ്ങനെ നമ്മൾ പുറത്തിറങ്ങണം കേട്ടോ. 1 മണിക്കൂറായിട്ടാണ് ഇതിൻ്റെ ടൈം വരണത്. ആ 1 മണിക്കൂർ നമുക്ക് ഇതിലെല്ലാ ഗെയിമിലും തന്നെ നമുക്ക് കയറാം കേട്ടോ. സോഫ്റ്റ് ഏരിയ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുട്ടികൾ വീണാലും ഒന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. മൊത്തത്തിലൊരു സ്പോഞ്ചാണ്. നമ്മൾ നടക്കുന്ന വഴിക്കും ഗെയിമും കാര്യങ്ങളെല്ലാം സ്പോഞ്ചിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എവിടെ വേണമെങ്കിലും ഗെയിം കളിച്ച് നമുക്ക് ആ ടൈം കഴിയുമ്പോൾ പുറത്തേക്ക് ഇറങ്ങേണ്ട കാര്യമുള്ളൂ. അതുവരെ നമുക്ക് എത്ര ഗെയിം വേണമെങ്കിലും എൻജോയ് ചെയ്ത് ഇത് ചെയ്യാം കേട്ടോ. ഒരു ഫുൾ ഏരിയ ആ ഒരു മണിക്കൂറിനുള്ളിൽ നമുക്ക് എൻജോയ് ചെയ്യാം. പിന്നെ എനിക്ക് വ്ളോഗ് എടുക്കുന്ന ടൈമിൽ എനിക്കങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും എല്ലാ കാര്യങ്ങളും കൂടെ പറഞ്ഞു തരാനൊന്നും അറിയില്ല കേട്ടോ. എനിക്ക് അറിയാവുന്ന രീതിയിലാണ് ഞാൻ മാക്സിമം ശ്രമിച്ച് പറഞ്ഞു തരണത്. അപ്പോൾ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ എനിക്കറിയാവുന്ന രീതിയിലൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഞാനും ഫസ്റ്റ് ടൈമാണ് വരണത്. പിന്നെ ബാംഗ്ലൂരിൽ ഇത് പുതിയതാണെന്ന് പറഞ്ഞു. ഒക്ടോബറിലാണിത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ പോയിട്ടുള്ളത് ഡിസംബറിലാണ് കേട്ടോ. 2-3 മാസത്തെ വ്യത്യാസത്തിലാണ് നമ്മൾ പോയിട്ടുള്ളത്. അപ്പോൾ ഓരോ ഏരിയ എനിക്ക് തരംതിരിച്ച് പറഞ്ഞു തരാൻ അങ്ങനെ കറക്റ്റ് അറിയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ വീഡിയോ എടുത്തിട്ടുണ്ട്. ശരിക്കും നമ്മൾ ലുലുവിടെ സ്പാർക്കസിലൊക്കെ ഈ ഒരു കുട്ടികളുടെ ഗെയിം ഏരിയ ഉണ്ട്. മക്കൾ ചെറുതായിരുന്ന സമയത്ത് അവിടെ പോകുമ്പോൾ ഈ പറഞ്ഞോണം 1 മണിക്കൂർ നമ്മളെന്തെങ്കിലും പർച്ചേസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ 1 മണിക്കൂർ മക്കളെ കയറ്റി വിട്ടിട്ട് നമ്മൾ ഇങ്ങനെ മാറിപ്പോവാറുണ്ട്. അപ്പം നമുക്ക് ഇവിടെ ചെറിയൊരു വ്യത്യാസം മാത്രം, കുറച്ചും കൂടെ വലിപ്പത്തിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ മുതിർന്നവർക്കും ചെറിയ കുട്ടികൾക്കും എല്ലാവർക്കും തന്നെ ഇതിൽ കയറാൻ പറ്റും. ആ ഒരു വ്യത്യാസമുള്ളൂ കേട്ടോ. ഇത് ഇപ്പോൾ ഈ ഒരു ഏരിയയിലൊരു സംഭവം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് ശരിക്കും ഒരു വലയിൽ നമ്മൾ ഇരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ വലയുടെ ഉള്ളിൽ കൂടെ തടഞ്ഞ് നേരെ ഡയറക്റ്റ് താഴത്തോട്ട് ചാടില്ല. നമ്മൾ തടഞ്ഞ് നേരെ താഴത്തോട്ട് ചാടും കേട്ടോ. അപ്പോൾ അങ്ങനെ 3 പേരും അതിൽ ചാടണ്ടായിരുന്നു കേട്ടോ. പിള്ളേർക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഗെയിമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ അവിടെ ഇരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ താഴത്തോട്ട് ഊർന്നിങ്ങനെ ചാടും, നേരെ താഴെ വന്ന് വീഴും കേട്ടോ. അപ്പോൾ ഞാൻ താഴത്തുനിന്നും അതൊരു വ്യൂ ആയിട്ട് എടുത്തിട്ടുണ്ട്. അതും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് എങ്ങനെയാണ് ചാടണേന്ന് ഞാനിപ്പം ഇവർ ചാടുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ജസ്റ്റ് ഇതുപോലെ ഇരിക്കും. ആദ്യം സച്ചുവിന് പേടിയായിട്ട് സച്ചു മാറിപ്പോയി കേട്ടോ. പിന്നെ ചക്കരയും പൊന്നുമാണ് ഫസ്റ്റ് കയറിയത്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് കേട്ടോ സച്ചുമോൻ കയറിയത്. ഇതൊക്കെ ഫസ്റ്റ് ടൈം കാണാണല്ലോ. അപ്പോൾ നമുക്കൊരു ചെറിയൊരു പേടി കുട്ടികൾക്കാണെങ്കിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ അവരാദ്യം കയറി. പിന്നെ ആ ഒരു നമ്മുടെ ഗൈഡുണ്ട്, ആൾ നമുക്ക് ധൈര്യമൊക്കെ തരും. കുഴപ്പമില്ല, ഒന്നും പേടിക്കാനൊന്നുമില്ല, ജസ്റ്റ് ഒരു 2-3 അടിയുള്ളൂ താഴ്ച. അപ്പോൾ നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് തരണമെന്ന് പറഞ്ഞാൽ അയാൾ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഫസ്റ്റത്തെ ഒരാൾ ചാടണം നമ്മൾ കാണിച്ചു തന്നു കേട്ടോ. അങ്ങനെ കുട്ടികൾക്ക് പിന്നെ ധൈര്യമായി. പിന്നെ പൊന്നൂസും ചക്കരയൊക്കെ മാറി ചാടിയിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ സച്ചുമോനും ലാസ്റ്റ് അവനും പേടിയില്ലാതെ അവനും ചാടി. ആദ്യത്തെ ഒരു പേടി മാത്രമായിട്ട് ഉണ്ടാവുള്ളൂ. പിന്നെ ഫുൾ ടൈം അതിൽ തന്നെ കളിക്കാനായിട്ട് തോന്നും കേട്ടോ. അതുപോലെയാണ്. ഞാൻ കയറിയില്ല കേട്ടോ, പിള്ളേർ മാത്രമേ കയറിയുള്ളൂ. അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി അവരുടെ കൂടെ നിന്നാണ് കേട്ടോ. ഇങ്ങനെയാണ് അതിൻ്റെ മുകളിൽ നിന്ന് താഴെ ചാടുമ്പോൾ ഉള്ള അവസ്ഥ. ഇങ്ങനെ ചാടിയതിന് ശേഷം നമ്മൾ അടിയിൽ കൂടെ തന്നെ ഇറങ്ങി ഇങ്ങനെ കുനിഞ്ഞ് വരാം കേട്ടോ. അപ്പോഴത്തേക്കും അടുത്ത ആൾ മുകളിൽ നിന്ന് ചാടും. അങ്ങനെയാണ് കേട്ടോ. താഴത്തുനിന്ന് ആൾ മാറിയെന്ന് അവർ ഉറപ്പ് വരുത്തിയാലാണ് അടുത്ത ആളിങ്ങനെ ചാടാൻ പറ്റുള്ളൂ. പിന്നെ ഇത് നമ്മൾ ഈ ഒരു സ്പോഞ്ച് തന്നെ വെച്ചിട്ട്
ശരിക്കും ഈ മരത്തിൻ്റെ തടിയൊക്കെ പോലെ തോന്നും കണ്ടു കഴിഞ്ഞാൽ. സ്പോഞ്ച് തന്നെയാണ് കേട്ടോ. അത് വെച്ചിട്ട് തല്ലി നമ്മൾ ആളെ ആ സ്പോഞ്ചിലോട്ട് ചെറിയ ചെറിയ സ്ക്വയർ പീസിൽ സ്പോഞ്ച് ഇട്ടിട്ടുണ്ട് ഓരോ സ്ഥലത്ത്. അപ്പോൾ അതിലേക്ക് നമ്മളിങ്ങനെ അടിച്ചടിച്ച് അടുത്ത ആളെ തള്ളിയിടണം. അങ്ങനെയാണ് കേട്ടോ ഈ ഒരു ഗെയിം. പിന്നെ അതുമാത്രം ഞാൻ ചക്കരയുടെ കൂടെ ഒന്ന് ചെയ്ത് നോക്കിയിട്ടാ. ഇവിടെ ഒരു ഈവനിങ് ടൈമിലാണ് കേട്ടോ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇനി വേറെ എങ്ങും പോകാൻ പറ്റില്ല കേട്ടോ. കുറേ നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ടേക്ക് തിരിച്ച് പോകുന്ന വഴിയൊക്കെയാണ് കേട്ടോ ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ ഭാഗം കണ്ട് തിരിച്ച് വീട്ടിലോട്ട് പോകാമെന്നുള്ള രീതിയിലാണ് പോന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറേ ഏരിയയിൽ നമ്മളിതുപോലെ ഗെയിമൊക്കെ കളിച്ചിട്ട് രാത്രിയാണ് കേട്ടോ അവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓരോ ഗെയിമിൻ്റെയും പ്രത്യേകം ഇതെനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് കറക്റ്റ് ഗെയിമിൻ്റെ പേരൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഗെയിം ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കണമെന്നുള്ളൂ. ഇതും നല്ലൊരു ഗെയിമാണ് കേട്ടോ. നമ്മളിതുപോലെ ട്യൂബായിട്ട് മുകളിലേക്ക് കയറി ചെന്നിട്ട് അവിടെ നിന്ന് നേരെ കുറേ ബോൾസിലേക്ക് നമ്മൾ വന്ന് വീഴുന്ന ഒരു ഇതാണ് കേട്ടോ, ഗെയിമാണ് കേട്ടോ. അതും നല്ല രസമുണ്ടായിരുന്നു. പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് സന്തോഷമാവും കേട്ടോ. അങ്ങനെ ഒരു പ്രത്യേക ടൈപ്പാണ് അത് ചെയ്ത് വെച്ചിട്ടുള്ളത്. മുകളിൽ നിന്ന് നേരെ എനിക്ക് കൃത്യമായിട്ട് കിട്ടണില്ല കേട്ടോ, കാരണം നേരെ ബോളിലോട്ട് വന്ന് മൂടി പോവാണ്. പിന്നെ അവിടെ നിന്ന് പയ്യെ ഇങ്ങനെ എണീറ്റ് തന്നെ പിന്നെ അടുത്ത ആളിങ്ങനെ റൗണ്ട് ചെയ്ത് വരണം കേട്ടോ. സച്ചിമോനും ചക്കരയാണ് അടുത്തത് കയറി പോയിട്ടുള്ളത്. അവിടെ 3 പേര് വെച്ചിട്ടാണ് കേട്ടോ കയറ്റുള്ളൂ. നമുക്ക് ഒരുപാട് പേരെ എൻ്റെ ഉള്ളിൽ ഇത് ചെയ്യൂല. അപ്പോൾ 3 പേര് വെച്ച് 2 പ്രാവശ്യം 3 പ്രാവശ്യമൊക്കെ കഴിയുമ്പോൾ അവർ പുറത്തേക്ക് ഇറക്കി വിടും. അത് കഴിഞ്ഞിട്ട് അടുത്ത ആൾ നിൽക്കുന്നുണ്ടാവും കേട്ടോ കയറാനായിട്ട്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഈ ഒരു ഗെയിമിലോട്ടാണ് കേട്ടോ വന്നത്. അത് നമ്മൾ സ്റ്റെപ്പിൻ്റെ നടുക്ക് നിന്നിട്ട് ബാക്കിലോട്ട് മറിയണം. അപ്പോൾ ഈ ഒരു ബെഡ്ഷീറ്റ് പോലത്തെ ഒരു സംഭവമല്ലേ, അതിൻ്റെ ഉള്ളിലുള്ളത് ബോളാണ് കേട്ടോ, വലിയ ബോളാണ്. അപ്പോൾ നമുക്ക് ഞാൻ കയറി നടന്നു നോക്കിയായിരുന്നു കേട്ടോ, കാരണം വലിയ ബോൾസാണ്, അതായത് ഉള്ളിൽ കാറ്റുള്ള വലിയ ബോളാണ് അത്. അപ്പോൾ അതിലേക്കാണ് കേട്ടോ നമ്മൾ വീണത്. ശരിക്കും നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നിൽക്കും, നേരെ ബാക്കിലോട്ട് വീണു കേട്ടോ. നേരെ അങ്ങനെ ഫ്രണ്ട് വീഴരുത്, ബാക്കിലോട്ട് ഇതിങ്ങനെ വീണം. അങ്ങനെയാണ് കേട്ടോ ഈ ഒരു ഗെയിം.
പിന്നെ ഇതിങ്ങനെ ഒരു സ്പോഞ്ച് ഇങ്ങനെ റൗണ്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മൾ അവിടെ നിന്ന് ചാടി ഇപ്പുറം കിടക്കണം, അല്ലെങ്കിൽ അത് മറിച്ചിടും കേട്ടോ. ഇതൊക്കെ ശരിക്കും നമ്മൾ കുട്ടികളുടെ കാർട്ടൂൺ ചാനലിലൊക്കെ കാണാറില്ലേ, ആ ഒരു രീതിയിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഗെയിമിലായപ്പോഴത്തേക്കും മക്കളുടെ വാച്ച് ഇതുപോലെ ഒരു റെഡ് ലൈറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുന്ന് ഇറങ്ങാനുള്ളൊരു ടൈം ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു വാച്ച് അവർ അവിടെ നിന്ന് അയച്ച് വെച്ചിട്ടാണ് കേട്ടോ പുറത്തേക്ക് ഇറക്കി വിടുന്നത്. അപ്പോൾ നമ്മളതൊക്കെ അയച്ചു കൊടുത്ത് അവിടെ നിന്ന് തിരിച്ച് പോരാണ് കേട്ടോ. പിന്നെ കാർ റേസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇത് നമുക്ക് കയറാൻ പറ്റില്ല, കാരണം മണിക്കൂറുകൾക്ക് മുന്നേ ഇതിൻ്റെ ടിക്കറ്റൊക്കെ ബുക്കിംഗ് ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ കയറാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ഇറങ്ങി വരുന്ന വഴി വേറൊരു ചെറിയൊരു ഗെയിമിലും കൂടെ കയറിയിട്ടാണ് പോന്നിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഇപ്പോൾ നമ്മൾ 3D പോലെ നമ്മൾ വണ്ടി ഓടിക്കും പോലെ ഗെയിം കളിക്കും പോലെയൊക്കെ ഒരു ഇതാണ് കേട്ടോ. അത് നമുക്ക് ഫ്രണ്ടിൽ സ്ക്രീനിൽ കാണിച്ചിട്ട് കേട്ടോ. ഞാൻ കയറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, കാരണം ഞാൻ ഇങ്ങനത്തേലൊന്നും അങ്ങനെ കയറാറില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇക്കായും മക്കളും മാത്രമാണ് കേട്ടോ അതിൽ കയറിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഫ്രണ്ടിൽ അതെങ്ങനെയാണ് അത് അവരകത്ത് ഒരു ഇതിൽ കാണുന്നതെന്ന് എനിക്ക് പുറത്ത് നിന്നാൽ കാണാൻ പറ്റും കേട്ടോ. പുറത്ത് സ്ക്രീനിൽ അത് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് അവർ ഗെയിമിൽ കാണുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിൻ്റെ പോയി വീഡിയോസ് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഒരുപാട് നേരം അവിടെ സ്പെൻഡ് ചെയ്തില്ല കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാത്രി നൈറ്റ് വണ്ടി ഓടിച്ച് വീട്ടിലോട്ട് പോരാനുള്ളതാണ്. പിന്നെ അന്ന് അവിടെ സ്റ്റേ ഇല്ല കേട്ടോ. രാത്രി ആയതുകൊണ്ട് തന്നെ റിസ്ക്കുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വീട്ടിലോട്ട് കൈയോടെ പോരാൻ പോവാണ് കേട്ടോ. പിന്നെ ഫുട്ബോളൊക്കെ കളിക്കാനുള്ള ഒരു ഏരിയ ഒക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാനാണ് പോയത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ തിരിക്കുകയാണ് കേട്ടോ വീട്ടിലോട്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ ബാംഗ്ലൂർ ഡേയ്സ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നെക്സ്റ്റ് ടൈം നമുക്ക് നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു. അസ്സലാമു അലൈക്കും.